എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു നൈറ്റ് വ്ലോഗ് കണ്ടാലോ? ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. എല്ലാവരും എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് ലീവുള്ള ദിവസം, ഒരുമിച്ച് വീട്ടിലുള്ള ദിവസം ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ പുറത്തേക്കൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ടായപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന്. അങ്ങനെ അൽമഹ ഐലൻഡിലോട്ടാണ് പോയത്. അങ്ങനെ നമ്മളിതാ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് എൻ്റർ ആയപ്പോൾ തന്നെ ഏത് സൈഡിലേക്ക് നോക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. കാരണം എങ്ങോട്ട് നോക്കിയാലും എന്തെങ്കിലും ഇങ്ങനെ നമ്മളിങ്ങനെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇങ്ങനെ കാണാനായിട്ട് ഫുൾ ലൈറ്റ്സും, പിന്നെ ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ റൈഡ്സും, അങ്ങനത്തെ അങ്ങോട്ടേക്ക് കാണുമ്പോൾ അവിടെ പോകണമെന്ന് തോന്നും. എന്താ കാണില്ലേ, ജയൻ വീലൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം ആകാശത്തൊട്ടിൽ എന്നൊക്കെ പറയും. ഓരോ നാട്ടിലും ചിലപ്പോൾ ഓരോ പേരായിരിക്കും. ഇവിടെയൊക്കെ നൈറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്, ഞാൻ ആക്ച്വലി തണുപ്പൊന്നും ഇല്ല അല്ലേ, ജാക്കറ്റ് വേണ്ടെന്നും പറഞ്ഞിട്ട് ആ ജാക്കറ്റ് വണ്ടിയിൽ തന്നെ വെച്ചിട്ട് പോകാനുള്ള ഉദ്ദേശമായിരുന്നു. ബട്ട് പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി, കാരണം നമ്മൾ കടലിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് നടക്കാനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി പണിയാവും, മിക്കവാറും ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്ന് ജാക്കറ്റ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും പോയി ജാക്കറ്റൊക്കെ എടുത്തു കേട്ടോ. ഈ ഒരു ബിൽഡിംഗ് കാണാൻ നല്ല രസമല്ലേ, വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ. നൈറ്റിലാണ് കേട്ടോ ഇത് കൂടുതലും കാണാൻ രസമുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആരെയെന്നല്ലേ, ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് വന്നത്. ചേച്ചീനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അശ്വിൻ്റെ അടുത്ത് കുറച്ച് നമുക്ക് സെൽഫിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ സെൽഫി എടുത്തു. പിന്നെ തണുത്തപ്പം ഞാൻ എന്നെ ഒന്ന് പിടിക്കുമെന്ന് പറഞ്ഞത്, അതിനാണ് ആ സാധനം എൻ്റെ കഴുത്തിൽ കൂടെ പിടിച്ചത്. ഒന്നും പറഞ്ഞുവിടാം. ഓക്കെ, അങ്ങനെ എല്ലാവരും വന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. ഒന്നുമില്ല, ജസ്റ്റ് കടലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഫുട്പാത്തിൽ കൂടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടന്നു. എല്ലാവരും കൂടെ കുറേ ദൂരം നടന്ന് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നല്ല രസമല്ലേ, നൈറ്റാണ്. പിന്നെ തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ നമ്മൾ വരുമ്പോൾ കണ്ട ആ ഒരു വിൻ്റർ വണ്ടർലാൻഡൊക്കെ ഉള്ളത്. ശരിക്കും കാണുമ്പോൾ ഒരാഗ്രഹമൊക്കെ ഉണ്ട് അവിടേക്ക് പോകണമെന്ന്. സമയമുണ്ടല്ലോ, പോകണം. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ റൈഡ്സിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ വാട്ടർ തീം പാർക്കിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ നിന്നൊക്കെ എപ്പോഴും ടൂർ പോകുമ്പോഴൊക്കെ ഒരിക്കലും വിടാതെ എല്ലാ ട്രിപ്പിനും പോകുമായിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ അശ്വിൻ്റെ അടുത്ത് പറയാറുണ്ട് ഇവിടുന്ന് നമുക്ക് പോകണം എന്നൊക്കെ. കൊണ്ടുപോകണമല്ലോ. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്ത് നമുക്കൊരു എക്സസൈസും ആവുമല്ലോ. പിന്നെ അവിടെ ഒരു സീറ്റ് കണ്ടപ്പോൾ അവിടെ പോയി ഇരുന്നു കേട്ടോ. അങ്ങനെ അശ്വിൻ്റെ അടുത്ത് വീഡിയോ എടുത്തുതരാൻ പറഞ്ഞതാണ്. അശ്വിനോട് പറഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കോമാളിത്തരം എടുക്കാൻ പറ്റും, അതൊക്കെ എടുത്തു വയ്ക്കും കേട്ടോ. അപ്പോൾ ദാ കണ്ടില്ലേ. പിന്നെ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ വാങ്ങിച്ച JBLൻ്റെ സ്പീക്കർ ഉണ്ടല്ലോ, അതും എടുത്തിട്ടായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ അതവിടെ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാട്ട്. അതിനനുസരിച്ച് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് എൻ്റെ ഓരോരോ കോമാളിത്തരാക്കി വീഡിയോ എടുക്കുകയാണ്. എന്നിട്ടോ ഇത് കൊള്ളാം, നല്ല രസമുണ്ടെന്നും പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തന്നു. അപ്പോഴല്ലേ മനസ്സിലാവുന്നത്. എന്നാൽ പിന്നെ ഞാൻ വെറുതെ വിടുമോ, ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് ഞാനും എടുത്തു കേട്ടോ. ഗുജറാത്തി കഥള കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ പഞ്ചാബി. എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ? അതിൻ്റെ കൂടെ പാട്ടും കൂടെ വന്നപ്പോൾ ഉഷാറായി. ഞാൻ എടുത്തതാണോ അശ്വി എടുത്തതാണോ കൂടുതൽ രസമായെന്ന് പറയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് 2 പേർക്കും കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടെ ഇങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ച് കേൾക്കുകയാണ്. പിന്നെ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് അധികം വോളിയത്തിൽ വെക്കാനും പറ്റത്തില്ലല്ലോ. പിന്നെ വെച്ചാൽ ഞാൻ 2 പേർക്കും ഈ പാട്ട് കേൾക്കുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് ഫാസ്റ്റ് ആണെങ്കിലും മെലഡി ആണെങ്കിലും രണ്ടും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. സിംഗിൾ ഫോട്ടോസും കപ്പിൾ ഫോട്ടോസും ഫാമിലി ഫോട്ടോസും എല്ലാം പറ എടുത്തിട്ടുണ്ട്. എൻ്റെ ഫോണൊക്കെ ആകെ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുഡ് അടിക്കാനാണ്.
പുറത്ത് പോയാൽ പിന്നെ ഫുഡടി ഇല്ലാതെ തിരിച്ചു വരുന്നൊരു പതിവില്ലല്ലോ. അതുകൊണ്ട് ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ജാക്കറ്റൊക്കെ ഊരിയിട്ടുണ്ട് കേട്ടോ. കുറേ സമയം ഇട്ട് കഴിയുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ചൂടടിക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെയും കുറച്ച് സമയം ഊരിയിടും പിന്നീടും, അതാണ് അവസ്ഥ. അങ്ങനെ നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? MRIയിലോട്ടാണ് പോകുന്നത്. സമയം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ MRIയിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. ഫുഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിലേക്ക് വരും ഇപ്പോൾ MRI ആണ് കേട്ടോ. നമ്മളിങ്ങനെ അധികം ലേറ്റ് ആവുന്ന ദിവസമൊന്നും വേറൊരു ചോയ്സ് എടുത്ത് റിസ്ക് എടുക്കാൻ നിൽക്കാറില്ല. അതുകൊണ്ട് അറിയാവുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് പോവാറ്. ഇത് ഞങ്ങൾ സാധാരണ പോകുന്ന MRI അല്ല കേട്ടോ, വേറെയാണ്. അങ്ങനെയെങ്കിലും ഒരു ചേഞ്ച് ഇരിക്കട്ടെ അല്ലേ. ഞാനാണെങ്കിൽ എന്താ കഴിക്കാമെന്നൊന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഫുള്ളാണ്, കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ പുറത്തിരിക്കുകയാണ്. എനിക്ക് സീറ്റില്ലാത്തതുകൊണ്ട് അശ്വ പറഞ്ഞു വാ മടിയിലിരുന്നു എന്ന്. എന്തൊരു സ്നേഹമല്ലേ. കേൾക്കേണ്ട താമസം ഞാൻ ചാടിക്കിരിക്കുകയും ചെയ്തു. കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കരുതല്ലോ. പിന്നെ അവിടെ ആണെങ്കിൽ ക്രിസ്മസിൻ്റെ ഫുൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കുറേ ഗിഫ്റ്റ്സ് പോലെയൊക്കെ ഈ നമ്മളെ ഡ്രീം കേക്കും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ അതാ ഫ്രണ്ടിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സീറ്റ് കാലിയായി കേട്ടോ. അത് കാലിയാവേണ്ട താമസം എന്നെ അവിടേക്ക് തട്ടി. ഇതെനിക്ക് ചേച്ചിയുടെ മോൻ എടുത്തു തന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബ്ലറായിട്ടാണ് ഉള്ളത്, എന്നാലും അവൻ എടുത്തു തന്നില്ലേ, അതുകൊണ്ട് ഞാനിടും. പിന്നെ നമ്മളിതാ നേരെ അകത്തോട്ട് കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വന്നു. ഞാൻ വെജ് പുലാവാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് ഈ പൊറോട്ട റൊട്ടി അങ്ങനത്തെ ഐറ്റംസൊക്കെ മടുത്തു. അതുകൊണ്ട് റൈസ് ഐറ്റം തന്നെ പറയാമെന്ന് വിചാരിച്ച് വെജ് പുലാവ് പറഞ്ഞു. പിന്നെ ചിക്കൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ഗുഡ് നൈറ്റ്.